അയോധ്യ രാമക്ഷേത്രം സന്ദർശിച്ച് ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ സംഭാവന തട്ടിപ്പിൽ എഫ്ഐആർ എടുത്തത് കണ്ണിൽ പൊടിയിടൽ മാത്രമാണെന്ന് അരവിന്ദ് കെജ്രിവാൾ കുറ്റപ്പെടുത്തി. ഇത്രയും വലിയ അഴിമതി താഴെത്തട്ടിലുള്ള ജീവനക്കാർക്ക് മാത്രമായി നടത്താൻ കഴിയില്ലെന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. വിനീത വി ജി വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, ഇതൊരു വലിയ രാഷ്ട്രീയ വിഷയമായി കൂടി മാറുന്നുണ്ട്. ഇപ്പോൾ കെജ്രിവാൾ എത്തുന്നു, കോൺഗ്രസിന്റെ പ്രതികരണം നേരത്തെ വന്നു, MA ബേബി വിഷയത്തിൽ പ്രതികരിക്കുന്നു. അങ്ങനെ അത് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ചർച്ചാ വിഷയമായി മാറുകയാണല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? തീർച്ചയായും ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അയോധ്യയിലെ ഈ ക്രമക്കേട് അത് രാഷ്ട്രീയ ആരോപണങ്ങളിലും പ്രത്യാരോപണങ്ങളിലേക്കും കൂടി കടന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. FIR രജിസ്റ്റർ ചെയ്ത ഇതുവരെ സ്വീകരിച്ച നടപടികൾ ന്യായീകരിക്കാനാണ് യോഗി സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ പോലും അതിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അയോധ്യയിലെത്തി രാമക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിലാണ് രൂക്ഷമായിട്ടുള്ള ചില വിമർശനങ്ങൾ കൂടി ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഈ FIR എടുത്തത് ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചിരിക്കുന്നത്. ഈ താഴെ നിലയിലുള്ള 8 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയ ഒരു ക്രമക്കേട് നടത്താൻ ഈ താഴെ നിലയിലുള്ള ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും മാത്രം എങ്ങനെയാണ് സാധിക്കുക എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഇതിന് മുതിർന്ന ചില നേതാക്കളുടെയും ഒപ്പം തന്നെ മുതിർന്ന ചില ജീവനക്കാരുടെയും അടക്കം പങ്ക് ഈ കേസിലുണ്ട് എന്നും അദ്ദേഹം പറയുകയാണ്. അത്തരക്കാരെ സ്വാധീനമുള്ളവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു നടപടിയാണ് ഈ അറസ്റ്റിലേക്ക് അടക്കം ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് വൈകിട്ട് അദ്ദേഹം മാധ്യമങ്ങളെ കൂടി കാണുമെന്നും അറിയിച്ചിരിക്കുകയാണ്. ഇത്രയും വലിയ അഴിമതി അത് ഈ താഴെത്തട്ടിലുള്ള ജീവനക്കാർക്ക് മാത്രമായി നടത്താൻ കഴിയില്ല എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയായ ചമ്പത് റായ് അടക്കം ഈ കേസിൽ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടക്കം മുതൽ കടുത്ത വിമർശനവും ഒപ്പം തന്നെ ഈ FIR രജിസ്റ്റർ ചെയ്യാൻ സമ്മർദ്ദവും കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്യുകയും 8 പേരെ ഇതിനോടകം അറസ്റ്റ് ചെയ്യുകയും ചെയ്തതെന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. വലിയ ക്രമക്കേടാണ് നടന്നതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ FIR രജിസ്റ്റർ ചെയ്ത 8 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനാണ് അയോധ്യയിൽ തുടരുന്ന അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഒപ്പം ഈ സംഭാവന നൽകിയ ആളുകളുടെ മൊഴികളടക്കമായിരിക്കും അന്വേഷണ സംഘം രേഖപ്പെടുത്തുക. ഉന്മേഷ്, ശരി. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അയോധ്യയിൽ എത്തി. അദ്ദേഹം ഈ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിലാണ് അയോധ്യയിൽ എത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീത വി ജി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.